കുരിശുമലകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. നോമ്പിൻ്റെ 5 ആഴ്ചകൾ നമ്മൾ പിന്നിടുകയാണ്. പ്രാർത്ഥിച്ചും ഉപവസിച്ചും നോമ്പ് നോറ്റുമെല്ലാം ആ ഒരു ആത്മീയ ചൈതന്യം നമ്മൾ ഉൾക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നോമ്പിൻ്റെ അവസാന ആഴ്ചകളിലേക്ക് വിശുദ്ധ വാരത്തിലേക്ക് നമ്മളെല്ലാവരും അടുക്കുകയാണ്. എൻ്റെ പിന്നിൽ നിന്ന് കാണുന്നത് കേരള തമിഴ്നാട് ബോർഡറാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന കുരിശുമല അത് പകുതി കേരളത്തിലും പകുതി തമിഴ്നാട്ടിലുമാണ്. 8ാം സ്ഥലം വരെ കേരളത്തിൽ നിൽക്കുന്നു. 8ാം സ്ഥലത്തിന് മുകളിൽ തമിഴ്നാട്ടിലാണ് ഈ ഒരു കുരിശുമല. ആ ഒരു കുരിശുമലയാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് അവിടേക്ക് പോകാം. കേരളത്തിലും തമിഴ്നാട്ടിലുമായി വ്യാപിച്ചു കിടക്കുന്ന ആ കുരിശുമല അതാണ് എൻ്റെ പിന്നിൽ നേരെ നിങ്ങൾ കാണുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. ലോക പൈതൃക പട്ടികയിൽ തന്നെ ഇടം നേടിയ ഒരു മലയാണ് ഈ ഒരു തെക്കൻ കുരിശുമല എന്ന് അറിയപ്പെടുന്നത്. അത് നെയ്യാറ്റിൻകര രൂപതയുടെ ഔദ്യോഗിക കുരിശുമലയാണ്. അതോടൊപ്പം തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000-5000-ഓളം അടി ഉയരത്തിലാണ് ഈ കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ആ കുരിശുമലയിലേക്ക് പോകാം. പണ്ട് കൊണ്ടക്കെട്ടിമല എന്നറിയപ്പെടുന്ന തെക്കൻ കുരിശുമലയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് തെക്കൻ കുരിശുമല ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും, ഒരു വഴി റോഡ് പോകുന്നുണ്ട് മേളിലേക്ക്. ഇത് നേരെ മുകളിൽ പോയി എത്തുന്നത് ആ ഒരു മലയുടെ പുറത്താണ്. അവിടെയാണ് കുരിശുമലയുടെ ഏറ്റവും മുകളിലുള്ള ദേവാലയം കുരിശുമായിരിക്കുന്നത്. ഒരു മനോഹരമായ ഈശോയുടെ ഗെത്സമേനിലെ രൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു കുരിശുമല തീർത്ഥാടനം ഈ ഒരു പാറയുടെ പുറത്ത് നിന്ന് ആരംഭിക്കാം. പ്രാരംഭ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ തിരുമനസ്സായ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് ഓസിഡിയുടെ ഒരു പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ഒരു തെക്കൻ കുരിശുമലയുടെ നേരെ ഓപ്പോസിറ്റായിട്ട്. ഇദ്ദേഹമാണ് ഈ ഒരു കുരിശുമലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. 1957 ഇദ്ദേഹം ഈ ഒരു കുരിശുമലയുടെ നെറുകയിൽ ഒരു മരക്കുരിശ് സ്ഥാപിച്ചാണ് അതിനുശേഷമാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത്. അദ്ദേഹം 1935 മുതൽ 73 വരെ കേരളത്തിലെ പല ഇടവകകളിലും ഈ ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം, കൊല്ലം, നെയ്യാറ്റിൻകര പ്രദേശവുമായി ബന്ധപ്പെട്ട് പല ഇടവകളിലും വികാരിയായിട്ട് അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള ഉണ്ടൻകോട് എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൽ ഇടവക വികാരി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ഒരു തെക്കൻ കുരിശുമലയുടെ മുകളിൽ കുരിശ് സ്ഥാപിച്ചത്. അതിനുശേഷം ഇന്ന് നമ്മൾ ഈ കാണുന്ന വലിയൊരു കുരിശുമല തീർത്ഥാടനത്തിന് തുടക്കമാവുകയും ചെയ്തു. അങ്ങനെ 1ാം സ്ഥലം പിന്നിട്ട് നമ്മൾ ഈ ഒരു കുരിശുമല യാത്ര ആരംഭിക്കുകയാണ്. അടിവാരത്ത് നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. എൻ്റെ വലതുവശത്തായിട്ട് ഇവിടെ ഒരു പിയാത്തയുടെ രൂപം കാണാം. അതോടൊപ്പം തന്നെ ഒരു ദേവാലയമുണ്ട്, ചെറിയൊരു ദേവാലയമുണ്ട്. ഒപ്പം അവിടെ തന്നെ നിത്യാരാധന കേന്ദ്രമുണ്ട്. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകിട്ട് വരെ നിത്യാരാധന അവിടെ എഴുന്നള്ളിച്ച് വെച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിപ്പോൾ 1ാം സ്ഥലം ആരംഭിച്ചത് ഒരു പ്രത്യേകിച്ച് മലയുടെ അവിടെ നിന്നല്ല, ഇതൊരു ടാറിട്ട റോഡ് തന്നെയാണ്. ഇതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു മലയുടെ 7ാം സ്ഥലം വരെ വെച്ചിരിക്കുന്നത്. ടാറിട്ടും കല്ല് പാകിയുമായ റോഡാണ്, വാഹന സൗകര്യമുണ്ട്. പക്ഷേ അത് തീർത്ഥാടന വേളകളിൽ വാഹനങ്ങളിൽ പോകാൻ സാധിക്കില്ല, നടന്നു തന്നെയാണ് പോകേണ്ടത്. എന്നാലിപ്പോൾ എന്നോട് കൂടിയുള്ളത് ഈ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ഉപദേശിയാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ലൂയിസ്. അല്ലേ? എത്ര വർഷമായിട്ട് ഇവിടെ ഉപദേശിച്ചിട്ട്? ഞാനിവിടെ 52 വർഷം കൊണ്ട്. 52 വർഷമായിട്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം തന്നെയാണ് ഇവിടെ
ഈ ഒരു കുരിശുമല തീർത്ഥാടനം ആരംഭിച്ചത്? ഈ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പഠിക്കാനായിട്ട് പൈസകൾ തന്നിട്ടുണ്ട് കൊച്ചില്. ഞാൻ അപ്പോൾ 5ൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ്റെ ആൾത്താര ബോയ്സ്, അച്ഛൻ മാസത്തിലൊരിക്കൽ കുർബാനയ്ക്ക് വരുള്ളൂ. അപ്പോഴച്ഛൻ്റെ പിന്നെ ചോസിബിൾ ഉടുപ്പുകളും ഒരിടത്ത് കുർബാന കഴിഞ്ഞിട്ട് വേറൊരു പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ട്രങ്കിനകത്ത് അടച്ചു പൂട്ടി ഞങ്ങളുടെ തലയിൽ വെച്ച് തരും. അപ്പോൾ ഞാൻ കൊച്ചല്ലേ, അപ്പോൾ വന്ന് എൻ്റെ പപ്പ ഉപദേശിയായിരുന്നു. പപ്പ മരിച്ചപ്പോഴും പിന്നെ ആ ചാർജ് പിന്നെ എന്നിലേക്ക് വരികയും ഞാൻ ആൾത്താര ബോയ്സ് ആയിരുന്നു. ആൾത്താരയിൽ ആദ്യ കുർബാന സ്വീകരിച്ചത് മുതൽ വൈദികരുടെ കൂട്ടായ്മയിലേക്ക് പങ്കുചേർന്നു. അതോടൊപ്പം ഇന്നും ശുശ്രൂഷത എന്ന് പറയുമ്പോൾ പ്രേക്ഷകരും കൂടി ഒരു അറിവിലേക്ക് പറയാണ്, ഈ നേറ്റിങ്ങൽ അല്ലെങ്കിൽ ഇവിടങ്ങളിലൊക്കെ ഉപദേശിമാരുണ്ടാവും. അത് നമ്മുടെ സഭയിൽ അച്ഛന്മാർ കുറവുള്ള സമയത്ത് ഒരു അച്ഛന് തന്നെ 5ഉം 8ഉം ഇടവകൾ 8ഉം 10ഉം ഇടവകളിലൊക്കെ നോക്കേണ്ടി വരും. അപ്പം അങ്ങനെ സമയത്ത് എല്ലാ ഇടവകളിലേക്കും ഒരു പക്ഷേ ഓടി ചെല്ലാൻ പറ്റില്ല. അപ്പം അച്ഛന് പകരം ചില കാര്യങ്ങൾ മറ്റേ അൽമായർക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില ശുശ്രൂഷകൾ അത് ചെയ്യുന്നത് ആ ഇടവകയിൽ നിയോഗിച്ചിരിക്കുന്ന ഉപദേശിമാരാണ്. ഓരോ കുരിശുമല തീർത്ഥാടനത്തിനും എത്രത്തോളം ജനങ്ങൾ ഇവിടെ വരാറുണ്ട്? 30-ാം തീയതി ആരംഭിച്ചു കഴിഞ്ഞാൽ നീണ്ട ഒരു 20 ദിവസം, പെസഹ വലിയ ബുധനാഴ്ച, പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, വലിയ ശനിയാഴ്ച, ഈ ദിവസം എല്ലാം രാവും പകലും ഒരേപോലെ ഒഴുകി നിൽക്കും. ഒത്തിരി ജനമായിരിക്കും. പെസഹ വ്യാഴാഴ്ചയും ദുഃഖ വെള്ളിയാഴ്ചയും ഇതിൽ ആൾക്കാർക്ക് പോലും നേരെ ഇത് നടക്കാൻ പറ്റാത്ത ഇതാവും. കുരിശുചൂട്ടിൽ ആ മല മൊത്തം ജനം കൊണ്ട് നിറയും. അതോടൊപ്പം തന്നെ ഒത്തിരി പിന്നെ അത്ഭുതങ്ങൾ തന്നെ, ഒരുപാട് രോഗങ്ങൾ മാറുകയും അവർ തന്നെ സാക്ഷ്യം പറയുകയും, അവർ വന്ന് വർഷം തോറും ഒരു പ്രാവശ്യം വന്ന് ഒരു രോഗം മാറി സൗഖ്യം കിട്ടുമ്പോൾ അവരെ കുടുംബത്തോടെ വന്നാണ് സാക്ഷി പറയുകയും നന്ദി പറയുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇവിടെ മറ്റുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ള ഒരു വിഭാഗത്തിന് മാത്രമല്ല, എല്ലാവർക്കും നാനാജാതി മതസ്ഥർ, ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ മുസ്ലിം എന്നോ ബുദ്ധമതമെന്നോ ജൈനമതമെന്നോ മറ്റേതൊരു വ്യത്യാസവുമില്ല. എല്ലാവർക്കും കയറി പ്രാർത്ഥിക്കുവാനും അതോടൊപ്പം അത്ഭുതങ്ങൾ തന്നെ അവരിൽ നടക്കുന്നുണ്ട്. രോഗസൗഖ്യം, അത്ഭുത പ്രവർത്തനങ്ങൾ ഒത്തിരിയേറെ യേശു ചെയ്യുന്നുണ്ട്. ആ കുരിശിന് ചുവട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, അവർക്ക് ഒത്തിരിയേറെ അത്ഭുതങ്ങൾ രോഗസൗഖ്യങ്ങൾ കിട്ടും. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ 3-ാം സ്ഥലത്തിന് അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥന ചൊല്ലി ഈ ഒരു കുരിശുമല തീർത്ഥാടനം ആരംഭിക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ 5-ാം സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. 5-ാം സ്ഥലത്ത് എത്തുമ്പോൾ നമുക്കിവിടെ കാണാം ബാക്കിലൊരു ചാപ്പലുണ്ട്. അതോടൊപ്പം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ഈ ഒരു കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അടിവാരത്തെ അവിടെയുള്ള ദേവാലയവും അതുമായി ബന്ധപ്പെട്ടുള്ള സ്പിരിച്വൽ ആനിമേറ്ററായ ഫാദർ ഹെൻസ്ലിൻ OCD അച്ഛനാണ്. അച്ഛാ വിശേഷിക്കട്ടെ. അങ്ങനെ ഒരു 5-ാം സ്ഥലത്ത് അല്ലേ, ഇവിടെ ഈ ഒരു ചാപ്പലുണ്ട്. ഇവിടെ എന്താണ് ശരിക്കും നടക്കുന്നത്? ഇവിടെ ഈ തീർത്ഥാടന സമയത്ത് ദിവ്യകാരുണ്യ ആരാധന രാവിലെ മുതൽ നടക്കുന്നുണ്ട്. നിത്യാരാധന കേന്ദ്രമാണ്. ഇത് കൂടാതെ ഇവിടെ എല്ലാ മാസത്തിലും 3 ദിവസത്തെ ധ്യാനം നടക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. 3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് ധ്യാനം നടക്കുന്നുണ്ട്. എത്ര പേർക്ക് എങ്ങനെയാണ്? 20 പേർക്കാണ് നമ്മളിപ്പോൾ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. 20 പേരാണ് എടുക്കുക. അത് എല്ലാ മാസത്തിലും 3-ാമത്തെ ശനിയാഴ്ച തീരുന്ന കണക്കിൽ വ്യാഴം വെള്ളി ശനി അച്ഛനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ 5-ാം സ്ഥലം വരെ നമുക്ക് ഇവിടെ എത്താം. ഇവിടെ ആളുകൾക്ക് ഒന്ന് വിശ്രമിക്കാം അല്ലേ, കയറി വരുമ്പോൾ ഒന്ന് ഈ ഒരു ചാപ്പലേറി ഒന്ന് വിശ്രമിക്കാൻ സാധിക്കും. ശരിക്കും നമ്മൾ പടിവാരത്ത് അവിടെ ചെറിയൊരു പള്ളിയുണ്ട്, ചാപ്പലുണ്ട്. അവിടെ എന്തൊക്കെ ശുശ്രൂഷകളാണ് നടക്കുന്നത്? അവിടെ എല്ലാ ദിവസവും നമുക്ക് ദിവ്യബലിയുണ്ട്. രാവിലെ 9 മണിക്ക് ദിവ്യബലി, കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ എല്ലാ ദിവസവും ദിവ്യകാരുണ്യ ആരാധന 9 മണി മുതൽ ദിവ്യകാരുണ്യ ആരാധന നടക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ എല്ലാ മാസത്തിലും രോഗികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ദിവ്യബലിയും ആരാധനയും എല്ലാ മാസത്തിലും എല്ലാ ഞായറാഴ്ചകളിൽ വൈകുന്നേരം 5 മണിക്ക് നടക്കുന്നുണ്ട്. ഇതുകൂടാതെ മാസത്തിലൊരു ഏകദിന ദിവ്യകാരുണ്യ ധ്യാനം 250 ആൾക്കാർ വരുന്ന വലിയൊരു ധ്യാനം നടക്കുന്നുണ്ട്. ഏകദിന ദിവ്യകാരുണ്യ ധ്യാനം, അതിനും ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഒരു കുരിശുമല തീർത്ഥാടനം മാത്രമല്ല, ഒരു ആത്മീയ ഒരു ധ്യാന കേന്ദ്രം കൂടിയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അച്ഛൻ എത്ര വർഷമായി ഇതിൻ്റെ ചാർജ് എടുത്തിട്ട്? ഞാനിപ്പോൾ 1 വർഷമാകുന്നു അവിടെ. എൻ്റെ ഇവിടെ വീട് അടുത്തായതുകൊണ്ട് ഞാനിവിടെ അങ്ങനെ സഹായിക്കുന്നുണ്ട്. അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ഇപ്പോൾ ഇവിടം വരെ നമുക്ക് റോഡ് വെട്ടിയിട്ടുണ്ട് അല്ലേ, വാഹന സൗകര്യമുണ്ട്, നടന്നു കയറാം, വാഹനത്തിൽ വരാം. ഇതിന് ശേഷം ഇനി എങ്ങനെയാണ് മേളിലേക്ക്? എത്ര നേരം എടുക്കും? ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നടക്കണം. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള വഴികളാണ്. റോഡ് സൗകര്യം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. അത്രേ ഉള്ളൂ. അല്പം കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ
പിന്നെ ഇല്ല. നമ്മൾ പിന്നെ നടന്ന് തന്നെ കയറണം. അതുകൊണ്ട് ഇവിടെ തീർത്ഥാടന സമയത്ത് തന്നെ വണ്ടി ആംബുലൻസിനൊക്കെ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ സമയത്ത് മാത്രമേ വണ്ടികളിലൊക്കെ പോകാനുള്ള അവസരം വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ 6ാം സ്ഥലം പിന്നിട്ടിരിക്കുകയാണ്. 6ാം സ്ഥലം വരെ മാത്രമാണ് ഇവിടെ നമുക്ക് ഈ കാണുന്ന ടാറിട്ട റോഡും അല്ലെങ്കിൽ ഈ ഒരു കല്ല് വിരിച്ചുള്ള വഴി നമുക്കിവിടെ കാണാൻ സാധിക്കുള്ളൂ. എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് 3-4 കുരിശുമലകൾ നിങ്ങളെ പരിചയപ്പെടുത്തിയതിൽ വെച്ചിട്ട് പല കുരിശുമലകളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ കഠിനം എന്ന് തോന്നുന്നത് ഒരുപക്ഷെ ഈ ഒരു തെക്കൻ കുരിശുമല ആവാൻ സാധ്യതയുണ്ട്. ഇത്രത്തോളം ഈ 6ാം സ്ഥലം വരെ നമ്മൾ എത്തിയതിൽ വെച്ച് എന്തായാലും നമുക്ക് ഈ കുരിശുമല യാത്ര തീർത്ഥാടനം നമുക്ക് തുടരാം. നമ്മളിപ്പോൾ 7ാം സ്ഥലത്തിനോട് അടുക്കുകയാണ്. ഇവിടെ നമുക്കറിയാം ഇവിടെ സ്റ്റോളുകളൊക്കെ പണിത് തുടങ്ങുകയാണ്, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ മല കയറി ഇവിടെ വരെത്തുന്നവർക്ക് ഇപ്പോൾ കൂൾ ഡ്രിങ്ക്സോ വെള്ളമോ കാര്യങ്ങളെല്ലാം എടുത്തിട്ടില്ലെങ്കിൽ തന്നെയായാലും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ സാധിക്കും. ഇത് ഏകദേശം ഇപ്പോൾ 7ാം സ്ഥലത്തിന് അടുത്തെത്തി. ഏഴാം സ്ഥലം പിന്നിട്ട് 8ാം സ്ഥലത്തോട് അടുക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. കിലോമീറ്ററോളം അകലെ നമുക്ക് വ്യൂ ഇവിടുന്ന് കാണാം. ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു ഇതിൽ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് കയറാനുള്ള മല ഇനിയും പകുതി ദൂരത്തോളം നമ്മൾ ഇനി കയറാനുണ്ട്. അതിനു മുമ്പ് എൻ്റെ പിന്നിൽ നിങ്ങൾക്കൊരു മണി കാണാം. ഈ മണി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു വിശ്വാസം എന്നത്, നിരവധി പേര് ഇവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഈ മണി അടിച്ച് തങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവർ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്നൊരു വിശ്വാസം, ഒരു ഐതിഹ്യം അത് ഇവിടെയുള്ള ജനങ്ങളുണ്ട്. അത് അവർ ഈ ഒരു മല കയറുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു ഇങ്ങനെ ചെയ്തു പോകുന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. നമ്മളിപ്പോൾ 9ാം സ്ഥലത്തേക്ക് എത്തുകയാണ്. മറ്റ് കുരിശുമലകളൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ ഓരോ സ്ഥലങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒരുപാടാണ്. 7ാം സ്ഥലം കഴിഞ്ഞ് 8ാം സ്ഥലത്തേക്കും 8ാം സ്ഥലം കഴിഞ്ഞ് 9ാം സ്ഥലത്തേക്കൊക്കെ പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ള വഴി കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്തേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വഴി അത് കുറച്ച് കഠിനമാണ് കയറുവാൻ. ഓക്കെ, നമുക്ക് എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ഒരു മലകയറ്റം തുടരാം. 9ാം സ്ഥലം ഈശോ 3ാം പ്രാവശ്യം വീഴുന്നു. ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു. ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ. നമ്മൾ ഈ കുരിശുമലയുടെ 9ാം സ്ഥലം പിന്നിട്ട് 10ാം സ്ഥലത്തേക്ക് കടക്കുകയാണ്. 9ാം സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ആ ഒരു കുരിശ് കാണാം. ഇനിയും ഒരു കുത്തനെയുള്ള മല കയറണം എന്നതാണ് ആ കുരിശ് കാണുമ്പോൾ ഉള്ളത്. നല്ല ബുദ്ധിമുട്ടാണ്. എന്തായാലും ഇവിടെ എത്തുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ഇത് പകുതി കേരളത്തിലും പകുതി തമിഴ്നാട്ടിലുമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. 8ാം സ്ഥലം വരെ കേരളത്തിൻ്റെ ബോർഡറായിരുന്നു. 8ാം സ്ഥലം കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ അതിർത്തി പിന്നിട്ടു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാടിനാണ്. ഇവിടെ നിന്നുള്ള മുകളിലേക്കുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത് തമിഴ്നാട് സർക്കാരാണ്. താഴേക്ക് ചെയ്യുന്നത് കേരള സർക്കാരും ആണ്. അപ്പോൾ അങ്ങനെ ഒരു വളരെ ഒരു വ്യത്യസ്തത ഈ ഒരു കുരിശുമലയ്ക്കുണ്ട്. ഈ സമയം നമ്മൾ ഈ ഒരു കുരിശുമലയുടെ ചരിത്രവും കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഈ കുരിശുമലയുടെ റെക്ടറും അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര രൂപതയുടെ വികാരി ജനറലുമായ മോൺസിഞ്ഞൂർ വിൻസെൻ്റ് പീറ്റർ അച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കും. അച്ഛന് നമ്മളോടൊപ്പം കുരിശുമലയിൽ കയറാൻ സാഹചര്യം ഉണ്ടായില്ല, അച്ഛന് വരാൻ സാധിച്ചില്ല. എങ്കിലും അച്ഛൻ അതിനു മുമ്പ് നമ്മളോട് ഈ ഒരു കുരിശുമലയുടെ പ്രത്യേകതകളെക്കുറിച്ചും ചരിത്രവും എല്ലാം അച്ഛൻ വിശദീകരിച്ചു. നമുക്കതൊന്ന് കാണാം. കേരളത്തിലെയും തമിഴ്നാട്ടിലൊക്കെ നിരവധി ആളുകൾ വിശ്വാസത്തോടെ ഒരു കുരിശുമല തീർത്ഥാടനത്തിൽ കയറുകയാണ്. അതെ, എന്താണ് അച്ഛൻ പറയാൻ? 2025 തെക്കൻ കുരിശുമല തീർത്ഥാടനം നടക്കുന്നത്
മാർച്ച് 30, 31, ഏപ്രിൽ 1 മുതൽ 6 വരെയും ഏപ്രിൽ 17, 18 പെസഹ വ്യാഴം, ദുഃഖവെള്ളി എന്നീ ദിവസങ്ങളിലാണ്. 68ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനമാണ് ഈ വർഷം നടക്കുക. 1957 മാർച്ച് 27-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബെൽജിയം മിഷണറിയായ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് OCD നെറുകയിൽ ആദ്യമായിട്ട് ഒരു മരക്കുരിശ് സ്ഥാപിച്ചത്. ആ സമയം അദ്ദേഹം ഉണ്ടങ്കോട് ദേവാലയത്തിലെ ഇടവക വികാരിയായിരുന്നു. അവിടെ കുരിശ് സ്ഥാപിക്കുവാൻ വേണ്ടി പ്രത്യേക കാരണമായത് പാവപ്പെട്ട ആൾക്കാർ പാർത്തിരുന്ന ഒരു പ്രദേശമാണ്. ഉപജീവനത്തിന് വേണ്ടി ഒരു ഫാമിലി, ഒരു കുടുംബം അവിടെയുള്ള ഗുഹയിൽ താമസിച്ച് അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തുകയായിരുന്നു. സാംക്രമിക രോഗം വന്ന സമയത്ത് എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് എന്ന് ആലോചിച്ചപ്പോൾ അവർക്ക് തോന്നിയത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ഒരു കുരിശ് മലമുകളിൽ സ്ഥാപിച്ച് ആ കുരിശിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയുടെ ഫലമായി അവർക്ക് സൗഖ്യം ലഭ്യമാകുകയും കുടുംബം മുഴുവനും രക്ഷപ്പെടുകയും ചെയ്തു. ആ വിവരം അന്നത്തെ ഇടവക വികാരിയായിരുന്ന സബ്സ്റ്റേഷൻ പന്നിമല പൈസ് ദ ടെൻസ് ദേവാലയത്തിൽ അദ്ദേഹത്തിന് ചാർജ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹം നെറുകയിൽ പോയി ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. കുണ്ടങ്കോളിലെയും പന്നിമല പള്ളിയിലെയും കൊല്ലകോണം ദേവാലയത്തിലെയും ഇടവക ജനങ്ങൾ ഒരുമിച്ച് ചേർന്നാണ് ആ കുരിശ് അവിടെ സ്ഥാപിച്ചത്. ആ കുരിശ് സ്ഥാപിച്ചതിന് ശേഷം എല്ലാ ദിവസവും ഈ പ്രാദേശിക സഭയിലെ അംഗങ്ങൾ അവിടെ പോവുകയും അവിടെ പോയി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ 24 അടി പൊക്കമുള്ള ഒരു കോൺക്രീറ്റ് കുരിശ് ഫാദർ ഫ്രാൻസിസ് നീറ്റാണി സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് തീർത്ഥാടകരുടെ എണ്ണം കൂടിക്കൂടി വരികയും ഇപ്പോൾ ജാതി, മത, വർണ്ണ, വർഗ, ലിംഗ വ്യത്യാസമില്ലാതെ നോമ്പ് കാലത്ത് തീർത്ഥാടനം നടത്തുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് തെക്കൻ കുരിശുമല മാറിയിരിക്കുകയാണ്. തെക്കൻ കുരിശുമലയിൽ തീർത്ഥാടകരായിട്ട് വരുന്നവരിൽ ബഹുഭൂരിപക്ഷവും ചെറുപ്പക്കാരാണ്. കാരണം സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരെയാണ് ഈ കുരിശ് നിൽക്കുന്നത്. അവിടെ എത്തിച്ചേരുക എന്നുള്ളത് വളരെയേറെ ശ്രമകരമായ കാര്യമാണ്. എന്നാൽ ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ അവർ അവിടെ പോവുകയും അവിടെ വിശ്വാസം അവരുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് ആയാസം കയറുവാനും അവിടെ പ്രാർത്ഥിക്കുവാനും ഒക്കെ സാധിക്കുന്നുണ്ട്. മല ഇറങ്ങി വരുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനവും ശാന്തിയും ലഭ്യമാകുകയാണ്. അതുകൊണ്ടാണ് ഓരോ വർഷവും തീർത്ഥാടക എണ്ണം കൂടിക്കൂടി വരുന്നത്. ഇന്ന് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള തീർത്ഥാടകർ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. തെക്കൻ കുരിശുമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സഖ്യപർവ്വത നിരകളിലെ ഏറ്റവും അവസാനത്തെ മലയുടെ മുകളിലാണ് ഈ കുരിശ് സ്ഥാപിതമായിരിക്കുന്നത്. ഇത് ലോക പൈതൃക പട്ടികയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ്. 8ാമത്തെ കുരിശ് വരെ കേരളവും 8ാമത്തെ കുരിശിന് മുകളിൽ തമിഴ്നാടും. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെയും തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. തീർത്ഥാടനത്തിൻ്റെ ഒരുക്കമായിട്ട് കേരള ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടറിൻ്റെ ആഭിമുഖ്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവർ എല്ലാ കാര്യങ്ങളും ക്രമവൽക്കരിക്കുവാനും ക്രമീകരിക്കുവാനും അതിലേക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലേക്ക് വേണ്ടിയും അവർ പരിശ്രമിക്കാറുണ്ട്. ഈ വർഷവും 2 ആഴ്ച മുമ്പ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് കൂടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ ട്രാൻസ്പോർട്ടിങ്, ആഹാര കാര്യങ്ങൾ, മെഡിക്കൽ, പോലീസിൻ്റെ സഹായം, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രത്യേകിച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട്. പത്താം സ്ഥലം തൊട്ട് മുമ്പിലാണ്. അത് എത്തുന്നതിന് മുമ്പുള്ള വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. തൊട്ട് താഴെ കുത്തനെയുള്ള ഒരു മല താഴേക്കുള്ളൊരു ഭാഗമാണ്. ആ ഭാഗത്തായിട്ട് കാണുന്നത് തമിഴ്നാട്ടിലെ ഏട്ട ഡാമാണ്. തമിഴ്നാട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നതും. പിന്നെ തമിഴ്നാടിൻ്റെ മനോഹരമായൊരു ദൃശ്യം നമുക്ക് ആകാശ വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം.
അതോടൊപ്പം തന്നെ അങ്ങോട്ട് തിരുവനന്തപുരത്തിൻ്റെ മനോഹരമായൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നു. എന്തായാലും പ്രാർത്ഥിച്ച് നമ്മൾ വരുമ്പോൾ അതോടൊപ്പം തന്നെ മനസ്സിന് കുളിർമ നൽകുന്ന മനോഹരമായൊരു കാഴ്ചയും ഇവിടെ ഈ ഒരു സ്റ്റേഷൻസിൽ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 4000 അടി മുകളിലാണ് ഈ ഒരു കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ കുരിശ് സ്ഥാപിച്ചത് ജോൺ ബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു അച്ഛനാണ്. അച്ഛനെക്കുറിച്ച് നമ്മൾ മല കയറുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു. അച്ഛൻ്റെ സ്റ്റാച്ചു നമ്മൾ കണ്ടു. അച്ഛനെക്കുറിച്ചുള്ള ചരിത്രം അത് OCD വൈദികനാണ്. ഈ ഭാഗങ്ങളിലെല്ലാം മിഷൻ പ്രവർത്തനം നടത്തിയത് OCD വൈദികരാണ് പണ്ട് കാലം മുതലേ. അതിനുശേഷമാണ് ഇവിടെ വിശ്വാസം കൂടുതലായി വരുന്നതും ക്രൈസ്തവരോട് ഇവിടെ ഉണ്ടാവുന്നതും. എന്തായാലും ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനായിട്ട് നമുക്ക് ഇവിടെയുള്ള OCD ആശ്രമത്തിലെ സുപ്പീരിയർ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാം. കർമ്മലീത്ത മിഷണറിയായ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് OCD 1957 മാർച്ച് 27 ഉച്ചയ്ക്ക് 12 മണിക്ക് കുറച്ച് തീർത്ഥാടകരോടൊപ്പം സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇപ്പോൾ തെക്കൻ കുരിശുമല എന്നറിയപ്പെടുന്ന കുന്നിൻ്റെ നെറുകയിൽ കുരിശ് നാട്ടിയപ്പോൾ ആരംഭിച്ച നോമ്പുകാല കുരിശിൻ്റെ വഴി തീർത്ഥാടനം അതിൻ്റെ 69ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നെയ്യാറ്റിൻകര ഉൾക്കൊള്ളുന്ന തെക്കൻ കേരളത്തിൽ മിഷൻ പ്രവർത്തനം നടത്തിയ വിദേശ മിഷണറിമാരെ ഓർക്കാനും ആ കർമ്മലീത്ത മിഷണറിമാർ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടുവന്ന കർമ്മലമലയിലൂടെ കാൽവരിയിലേക്ക് മലമുകളിൽ നിന്ന് വീണ്ടും ഉത്ഥാന അനുഭവ തീഷ്ണതയോടെ ജനങ്ങളിലേക്ക് അനുഗ്രഹമാകുക എന്ന ജീവിത ലക്ഷ്യവും ഓർക്കുന്നതിന് ഒരവസരം. മലമുകളിലേക്ക് ഹൃദയത്തിൽ ഉയർപ്പനുഭവം ലഭിക്കുന്നതിനായി കയറാനും ആ രൂപാന്തരീകരണ അനുഭവം ജീവിക്കാനും ജാതിമത വർഗവർണ്ണ ലിംഗ ഭേദമന്യേ കുരിശിൻ്റെ സ്നേഹ അനുഭവിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ. റവറൻ ഫാദർ ജോൺ ബാപ്റ്റിസ്റ്റ് OCD ആശീർവദിച്ച ജോർജിൻ്റെയും എസ്ത്രോണിൻ്റെയും വാസസ്ഥലമായ ഗുഹ, ഈ ബോർഡാണ് നമ്മൾ കാണുന്നത്. ഈ വഴിയിലൂടെ ഇത് ഏകദേശം 13ാം സ്ഥലത്തിന് തൊട്ട് മുമ്പ് 12നും 13നും ഇടയ്ക്കുള്ള ഒരു വഴിയാണ്. നമ്മൾ ആരംഭത്തിൽ കണ്ടു ഇതിൻ്റെ ചരിത്രത്തിൽ ഈ ജോർജും എസ്ത്രേണും അവരുടെ മകന് സംഭവിച്ച ഒരു സാംക്രമിക രോഗം, ആ രോഗം മാറാൻ വേണ്ടിയാണ് അവരാദ്യമായി ഒരു ചെറിയൊരു കുരിശ് ഈ മലയുടെ മുകളിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചത്. അതിനുശേഷം അത്ഭുതകരമായ രോഗസൗഖ്യമുണ്ടായി. ഇതറിഞ്ഞ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛനാണ് ആ കുരിശ് സ്ഥാപിച്ചടുത്ത് ഒരു മരക്കുരിശ് സ്ഥാപിച്ച് 1954 തീർത്ഥാടനം ആരംഭിക്കുന്നത്. നമുക്കെന്തായാലും അവരുടെ ഗുഹയൊന്ന് കാണാം. ഈ കാണുന്നതാണ് ആ ഗുഹ. 1940 സമയങ്ങളിലേക്കാണ് ഈ ഗുഹയിൽ ഈ ദമ്പതികൾ താമസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം. ഇത്രമാത്രം ഈ ഒരു മലയുടെ മുകളിൽ അവരൊറ്റയ്ക്ക്, വേറെ കുടുംബങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അവരൊറ്റയ്ക്ക് ഈ മലമുകളിൽ ഈ ഗുഹയിൽ താമസിക്കുന്നു. ക്രൈസ്തവരായിരുന്നു. അവർക്ക് സംഭവിച്ചൊരു സാംക്രമിക രോഗവുമായി ബന്ധപ്പെട്ടാണ് അവർ ഈ കുരിശ് സ്ഥാപിച്ചെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അവർ നിമിത്തം ഇന്ന് ഒരുപാട് പേർക്ക് രോഗസൗഖ്യം ലഭിക്കുന്ന ഒരു വലിയൊരു തീർത്ഥാടനത്തിന് സഭയിൽ തീർത്ഥാടന തുടക്കമാവുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ അവസാനം 14ാം സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഇവിടെ ഈ ഒരു കുരിശുമലയുടെ ഏറ്റവും മുകളിലുള്ള കുരിശ്. ഇവിടെയാണ് അന്ന് പീറ്ററും എസ്ത്രോണും കുരിശ് സ്ഥാപിച്ച് പ്രാർത്ഥിച്ച് അത്ഭുത സൗഖ്യം നേടിയത്. ആ സ്ഥലത്ത് തന്നെയാണ് പിന്നീട് നമ്മളുടെ ജോൺ ബാപ്റ്റിസ്റ്റ് അച്ഛൻ ഒരു മരക്കുരിശ് സ്ഥാപിച്ചത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മരക്കുരിശ് നശിച്ചപ്പോഴാണ് ഇപ്പോൾ കാണുന്ന രീതിയിലൊരു കോൺക്രീറ്റിൻ്റെ വലിയൊരു കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെയാണ് 14ാം സ്ഥലവും. അതോടൊപ്പം തന്നെ ഈ ഒരു കുരിശുമല തീർത്ഥാടന ദിവസങ്ങളിലെല്ലാം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഈ ബലിപീഠത്തിലാണ്. ചെറിയൊരു ഷെഡ് നമുക്ക് കാണാം. പ്രത്യേകിച്ച് വലിയ ദേവാലയം ഒന്നും ഇവിടെ പണിതിട്ടില്ലെങ്കിലും ചെറിയൊരു ഷെഡുണ്ട്. ഇവിടെ നിന്ന് വിശ്വാസികൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു, കുരിശിൻ്റെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥന ഇവിടെ വെച്ചാണ് ചൊല്ലുന്നത്.
നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. അങ്ങയെ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഏറെ പ്രയാസകരമായ ഒരു മലകയറ്റം തന്നെയായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4000-ന് മേലെ 5000-നടുത്തോളം ഹൈറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാം. കുത്തനെയുള്ളൊരു താഴോട്ടുള്ളത് സത്യം പറഞ്ഞാൽ പേടിയാവുന്ന രീതിയിലുള്ളതാണ്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ കയറുന്നത് വളരെ ബുദ്ധിമുട്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. നമ്മുടെ അടുത്ത് വികാരിയച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു, റെക്ടറച്ഛൻ പറഞ്ഞിരുന്നു, ഇത് യുവജനങ്ങളാണ് കൂടുതലും ഈ മലകയറ്റത്തിൽ നിൽക്കുന്നത് എന്ന്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്, കയറാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ ഒരു കുരിശുമല തീർത്ഥാടനം നമ്മൾ പ്രാർത്ഥിച്ച് നോമ്പെടുത്ത് ഉപവസിച്ച് ഈ ഒരു പ്രാർത്ഥനയുടെ കുരിശുമല കയറുമ്പോൾ നമ്മുടെയൊക്കെ പാപങ്ങൾക്കൊരു പരിഹാരമാണ് ആയിട്ടാണ് നമ്മളെല്ലാവരും കുരിശുമല കയറുന്നത്. തീർച്ചയായിട്ടും ഈ മല കയറുമ്പോൾ അത് നമ്മുടെയൊക്കെ പാപങ്ങൾക്കൊരു പ്രായശ്ചിത്യം നമുക്ക് ഉറപ്പായി ലഭിക്കുമെന്നത് തീർച്ചയാണ്. കുരിശുമലകളിൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച നോമ്പിൻ്റെ അവസാന ആഴ്ചയാണ്. മറ്റൊരു കുരിശുമലയുമായി നമുക്ക് കാണാം. നന്ദി.